ഇടതുമുന്നണി യോഗത്തിലേക്ക് NCP വിമതപക്ഷത്തിനും ക്ഷണം. വിമതപക്ഷ നേതാക്കന്മാരായ AK ശശീന്ദ്രൻ, തോമസ് കെ തോമസ് എന്നിവരെയാണ് യോഗത്തിന് ക്ഷണിച്ചിട്ടുള്ളത്. തിങ്കളാഴ്ചയാണ് ഇടതുമുന്നണി യോഗം ചേരുന്നത്. D ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും ഇടതുമുന്നണി യോഗത്തിലേക്കാണ് വിമതപക്ഷത്തിനും കൂടി ക്ഷണം ലഭിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കാറില്ലാത്തതാണ്. എന്താണ് ഈ ഒരു ക്ഷണത്തിന് പിന്നിലുള്ള കാരണം? എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ? ശരത് പവാർ പക്ഷത്ത് നിന്നും പിണങ്ങി മാറി നിൽക്കുന്ന മുൻമന്ത്രി AK ശശീന്ദ്രൻ, മുൻ MLA തോമസ് കെ തോമസ് എന്നിവരെയാണ് ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഔദ്യോഗിക പക്ഷം എന്ന് പറയുന്നത് PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. ഈ PC ചാക്കോയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ ക്ഷണിച്ചതിന് ഒപ്പം തന്നെ AK ശശീന്ദ്രനെയും തോമസ് കെ തോമസിനെയും CPM അല്ലെങ്കിൽ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട ഇടതുമുന്നണി യോഗങ്ങളിൽ സാധാരണഗതിയിൽ യോഗം വിളിക്കുന്നത് CPM നേതൃത്വത്തിൽ LDF കൺവീനറാണ്. ആ LDF കൺവീനറുടെ കത്ത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ തോമസ് കെ തോമസും ഒപ്പം തന്നെ AK ശശീന്ദ്രനും പരാജയപ്പെട്ടിരുന്നു. ഇതോടുകൂടി തന്നെ പാർട്ടിയുടെ ഔദ്യോഗിക പക്ഷവുമായി പിണങ്ങി മാറി നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു. ഒപ്പം ഇവരെ PC ചാക്കോ പുറത്താക്കുന്ന തരത്തിലേക്കുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഒപ്പം ഔദ്യോഗിക പക്ഷമാണ് PC ചാക്കോ എന്ന് നേരത്തെ തന്നെ ഇടതുമുന്നണിയുമായി ബന്ധപ്പെട്ട CPM-നെ അറിയിച്ചിരുന്നു. പക്ഷേ ആ നിലപാടുകളൊക്കെ തള്ളിക്കൊണ്ട് ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിലേക്ക് വിമതപക്ഷത്തെ കൂടി ക്ഷണിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, AK ശശീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനുമായി നല്ല സൗഹൃദവും ബന്ധവുമാണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇത്തവണയും മത്സരിപ്പിക്കേണ്ട എന്ന് NCP തീരുമാനിച്ചിരുന്നെങ്കിൽ തന്നെയും പ്രതിപക്ഷ നേതാവിൻ്റെ ഇടപെടൽ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് AK ശശീന്ദ്രന് വീണ്ടും മത്സരിക്കുവാൻ ഒരു അവസരം കൂടി നൽകിയത്. പക്ഷേ അതിന് തൊട്ട് പിന്നാലെയാണ് NCPക്കകത്ത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും AK ശശീന്ദ്രൻ പരാജയപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ചേർന്ന NCP യോഗങ്ങളിലൊക്കെ തന്നെ ശശീന്ദ്രനും എതിരെയും തോമസ് കെ തോമസിനെതിരെയും വലിയ തരത്തിലുള്ള ആരോപണം ഔദ്യോഗിക പക്ഷം തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. മാത്രവുമല്ല, ദേശീയ നേതൃത്വവുമായി തെറ്റി നിൽക്കുന്നവരാണ് AK ശശീന്ദ്രനും ഒപ്പം തന്നെ തോമസ് കെ തോമസും. അതുകൊണ്ട് ഈ വിവരങ്ങളെല്ലാം കാണിച്ചുകൊണ്ട് നേരത്തെ തന്നെ CPM-നും ഇടതുമുന്നണിക്കുമൊക്കെ തന്നെ കത്ത് നൽകിയിരുന്നു. ഔദ്യോഗിക പക്ഷത്തിൻ്റെ നേതൃത്വം PC ചാക്കോയ്ക്കാണ് എന്ന് തന്നെ കാണിച്ചുകൊണ്ട് കത്തും നൽകിയിരുന്നു. പക്ഷേ അതിനെയെല്ലാം തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇടതുമുന്നണി യോഗത്തിലേക്ക് NCPയുടെ മുതിർന്ന നേതാക്കളായിരുന്ന തോമസ് കെ തോമസിനെയും ഒപ്പം തന്നെ AK ശശീന്ദ്രനെയും ക്ഷണിച്ചിരിക്കുന്നത്. ശരി, D ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.